കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ കോടികൾ ചിലവഴിച്ച് വീണ്ടും ലോക കേരള സഭ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജൂൺ 13, 14, 15 തീയതികളിൽ തിരുവനന്തപുരത്ത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ലോക കേരള സഭ സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ജൂൺ 5, 6, 7 ദിവസങ്ങളിൽ സഭാ സമ്മേളനം നടത്താനായിരുന്നു നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-നായതിനാൽ തീയതിയിൽ മാറ്റം വരുത്തുകയായിരുന്നു. ലോക കേരള സഭയുടെ 4ാം എഡിഷൻ സൗദിയിൽ വെച്ച് നടത്താനായിരുന്നു സർക്കാർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ലോക കേരള സഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല. അതോടെ ആ നീക്കം സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. 2019 ദുബായിൽ വെച്ചായിരുന്നു ആദ്യ മേഖലാ സമ്മേളനം നടത്തിയത്. ഇവിടെ എത്ര പണം ചിലവായെന്നോ എത്ര പണം സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചെന്നോ വ്യക്തമല്ല. തുക സർക്കാർ കൈപ്പറ്റിയിട്ടില്ലെന്ന കാരണത്താൽ ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നാണ് വിശദീകരണം. 2022 ലണ്ടനിൽ നടന്ന മേഖലാ സമ്മേളനത്തിലും ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിലും ഇതേ രീതിയാണ് തുടർന്നത്. 1ാം മേഖലാ സമ്മേളനത്തിൽ പ്രതിനിധി സംഘത്തിന്റെ വിസ, വിമാനയാത്ര, താമസം, ഭക്ഷണം എന്നിവയ്ക്ക് ചിലവായത് 18.40 ലക്ഷം രൂപയാണെന്ന് മാത്രമാണ് കണക്കുള്ളത്. സർക്കാർ മുൻകൈയെടുത്താണ് ലോക കേരള സഭ രൂപീകരിച്ചത്. IAS ഉദ്യോഗസ്ഥനാണ് ഡയറക്ടർ. 3 എഡിഷനുകളിലും 3 മേഖലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി, സ്പീക്കർ, മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത ഔദ്യോഗിക പരിപാടിയായിരുന്നിട്ടും ഒന്നിനും കണക്കില്ലെന്നത് വിചിത്രമാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ ഇത്തരമൊരു ദൂർത്ത് നടത്തുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നിരുന്നത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചാണ് വീണ്ടും ലോക കേരള സഭ ചേരുന്നത്. പ്രവാസികൾ സമ്മേളനത്തിനായി എത്തുന്നത് അവരുടെ സ്വന്തം ചിലവിലാണെന്നായിരുന്നു പ്രതിഷേധക്കാർക്കുള്ള സർക്കാരിന്റെ മറുപടി. എന്നാൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന പ്രതിനിധികൾക്ക് താമസവും ഭക്ഷണവും സർക്കാരാണ് ഒരുക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിൽ നടന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനവും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഒപ്പം വേദി പങ്കിടാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്പോൺസർഷിപ്പ് കണ്ടെത്തിയതും വിവാദമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ലോക കേരള സഭയിൽ ഉന്നയിച്ച ഒരു നിർദ്ദേശവും നടപ്പാക്കാത്തതിൽ പ്രവാസികൾക്കിടയിലും കടുത്ത പ്രതിഷേധമുണ്ട്. മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകളൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ലെന്നാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ലോക കേരള സഭയ്ക്ക് ചിലവായത് 2.5 കോടിയായിരുന്നു. ജൂണിൽ നടക്കുന്ന ലോക കേരള സഭ സെക്രട്ടേറിയറ്റിൽ ലോക കേരള സഭയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ മാർച്ച് 31 പൂർത്തീകരിച്ചിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് വിദേശ മലയാളികളെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിനായി ലോക കേരള സഭ ആരംഭിക്കുന്നത്. പ്രവാസികൾക്കിടയിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് വിദേശ മലയാളികൾ പ്രവാസികളുടെ വിവരശേഖരണം കാര്യക്ഷമമാക്കണമെന്നായിരുന്നു ഒരു പ്രമേയം. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. എന്നാൽ ഈ പ്രമേയത്തിൽ ഒന്നും നടന്നില്ല. പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസ സംരക്ഷണം, സ്ത്രീകളുടെ കുടിയേറ്റ നിയമങ്ങളുടെ സുതാര്യത, പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കൽ, ലോകത്തെയും മനുഷ്യരെയും കൂട്ടിയിണക്കുന്നതിനുള്ള യജ്ഞത്തിന് രാജ്യം നേതൃത്വം നൽകേണ്ടതിന്റെ അനിവാര്യത, പുതിയ പ്രവാസി നയം തുടങ്ങിയ വിഷയങ്ങളും പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. കോവിഡിന് മുമ്പും ശേഷവും വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ കൃത്യമായ കണക്കുകളുടെ അഭാവം ക്ഷേമപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെയും അവരുടെ ആശ്രിതരുടെയും വിദ്യാർത്ഥികളുടെയും കൃത്യമായ കണക്കെടുത്ത് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണം. തൊഴിലാളികൾക്കും അവരുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിനുമായി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച കൗൺസിലിൽ ഇന്ത്യ അംഗമാവണം. പ്രവാസി തൊഴിലാളികളുടെ കാര്യങ്ങളിൽ നയതന്ത്രപരമായ ഇടപെടൽ നടത്താൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അതുവഴി പ്രവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. തൊഴിലാളി തർക്കങ്ങളിൽ ഇടപെടുന്നതിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം പലപ്പോഴും പ്രശ്നങ്ങളെ കൃത്യമായി നേരിടുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ വഴിയൊരുക്കണം. എംബസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും പ്രവാസികൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സ്ത്രീ തൊഴിലാളികളുടെ കുടിയേറ്റത്തിന്
നിലവിലെ നിയമങ്ങൾ പരിഷ്കരിക്കണം. തൊഴിൽ കുടിയേറ്റം നിയമപരവും വിവേചനരഹിതവും സുതാര്യവുമാക്കണം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സഭയിൽ വെച്ച പ്രമേയത്തിൽ ആവശ്യമുയർന്നു. ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതടക്കം വിദേശ പ്രവാസികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലുള്ളവർക്കും ലഭ്യമാക്കണം. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ദേശീയ കുടിയേറ്റ സമ്മേളനം നടത്താൻ അനുവദിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയവും സഭയിൽ അവതരിപ്പിച്ചു. പ്രവാസി നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കുകയും വിദേശ രാജ്യങ്ങളിലെ അധിക പഠന ചെലവ് കണക്കിലെടുത്ത് പ്രവാസികളുടെ മക്കൾക്ക് കേരളത്തിൽ പഠിക്കാനാവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നുമായിരുന്നു ലോക കേരള സഭയിൽ ഉയർന്ന പ്രധാന ആവശ്യം. ലോക കേരള സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങൾക്ക് നിയമസാധുതയില്ല. രണ്ടാം ലോക കേരള സഭാ സമ്മേളനത്തിലെ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണമെന്നുള്ള പ്രതിനിധികളുടെ ആവശ്യവും ഇതുവരെ പരിഗണിക്കപ്പെട്ടില്ലാത്ത ആരോപണം നിലനിൽക്കെയാണ് നാലാം ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ആർക്കും ഗുണമില്ലാത്ത ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് പ്രവാസികളിലും ഉയരുന്നത്.